الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليما حكيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം പ്രവാചക പരമ്പരയെ രണ്ട് വഴിയായിട്ട് തിരിച്ചു. അത് രണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് ആൺമക്കൾ, ഒന്ന് ഇസ്ഹാഖ് നബി, മറ്റേത് ഇസ്മായിൽ നബി. ഈ രണ്ട് വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ, ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ രണ്ട് പാതകളാണ്, രണ്ട് വഴികളാണ് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നാം പറയുകയുണ്ടായി. ഒരു വഴി പ്രമാണബന്ധിതവും മറ്റേത് പാരമ്പര്യബന്ധിതവുമാണ് എന്ന് നാം പറഞ്ഞു. സാധാരണ നമ്മൾ വിശ്വാസികൾ അവിശ്വാസികൾ എന്ന പ്രയോഗത്തിലാണ് മലയാളികൾ ദീനിനെ പരിചയപ്പെടുത്താറ്. ഒരു വിഭാഗം വിശ്വാസികൾ, മറുവിഭാഗം അവിശ്വാസികൾ. ആരാണ് ഈ വിശ്വാസികൾ, ആരാണ് ഈ അവിശ്വാസികൾ? അവിശ്വാസികൾ എന്ന് നാം ഉപയോഗിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാഫിർ, മുശ്രിക് എന്ന പ്രയോഗത്തിലായിരിക്കാം. മൂന്നാമത്തൊരു പ്രയോഗം ഇല്ലല്ലോ.
രണ്ട് വിഭാഗത്തെ പറ്റിയാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വൽ മുശ്രിക്കീൻ. അപ്പൊ കാഫിർ മുശ്രിക്ക് എന്ന പ്രയോഗത്തെ വിശ്വാസി അവിശ്വാസി എന്ന അർത്ഥം വെക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യമായ ഇന്ത്യ പോലെയുള്ളയിടത്തൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന നാട്ടിൽ അത് വിശദീകരിക്കേണ്ടതില്ല. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അത് വിശദീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ വിശദീകരിക്കുമ്പോൾ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും എന്ന അർത്ഥത്തിലാണ് കേരളക്കാരായ സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. വല്ലാഹി അത് തെറ്റായ വിശദീകരണമാണ്. ഈ സംഭവം നാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള ചരിത്രം മുതൽ ഇങ്ങോട്ട് പറയാൻ തുടങ്ങണം. എന്നാലേ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴേയുള്ളൂ കേരളത്തിൽ മുസ്ലിമീങ്ങളാര് അമുസ്ലിമീങ്ങളാര്, വിശ്വാസികളാര് അവിശ്വാസികളാര് എന്ന് വേർതിരിക്കാൻ പറ്റുകയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിൻ്റെ ഹക്കായ ദഅവത്ത് കൂട്ടമായ നിലക്ക് തുടങ്ങിയിട്ടും 100 കൊല്ലത്തിനിപ്പുറത്താണ്. അതിനു മുമ്പ് ഏതാണ്ട് 1200 കൊല്ലമായിട്ട് വ്യക്തിയധിഷ്ഠിതമാണ് ഇസ്ലാമിക ദഅവത്ത്. ആ വ്യക്തികൾക്ക് തന്നെ ദഅവത്ത് പൂർണ്ണമായി നടത്താൻ സാധിക്കാത്തൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഉദാഹരണത്തിന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഏതാണ്ട് 300-400 കൊല്ലങ്ങൾക്ക് മുമ്പ് പൊന്നാനി വലിയ പള്ളിയിൽ വെച്ച് ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ ഇവിടുത്തെ പാരമ്പര്യക്കാരും ഭൂരിപക്ഷക്കാരുമായ കൊണ്ടോട്ടി തങ്ങന്മാർ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാക്കിന് കൂച്ചുവിലം കിട്ടു. സൈനുദ്ദീൻ മഖ്ദൂം ഷാഫി മദ്ഹബാണ് പറഞ്ഞത് മിമ്പറിൽ വെച്ച്. എന്താണ് ഷാഫി മദ്ഹബ്? ഉയർത്തി നിൽക്കുന്ന മുഴുവൻ ഖബറുകളും പൊളിച്ചു മാറ്റണം. അത് അഷ്റഫുൽ ഖൽക്കിന്റെ സുന്നത്താണ്. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ വ്യക്തമാക്കി കൊടുത്ത കാര്യം, എൻ്റെ മനസ്സിനെ റാഹത്താക്കാൻ മൻ യുരീഹുനി, എൻ്റെ മനസ്സിനെ റാഹത്താക്കാൻ മൻ മിങ്കും യുരീഹുനി, എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരെ കൊണ്ടാണ് സാധിക്കുക? അലി അല്ലാഹു തആല എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ ദുആ ചെയ്തു. എന്താണ് സംഭവം? യമനിൻ്റെ ഭാഗത്ത് പഴയകാല ജാറം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ദുൽഖലസ എന്ന് പറയുന്ന ദേവിയുടെ. എത്രയും പെട്ടെന്ന് പോയിട്ട് ആ ജാറത്തെ പൊളിച്ച് തരിപ്പണമാക്കി പൊടി പോലും ഇല്ലാതാക്കിയിട്ട് വരണം. അലി അല്ലാഹു തആല പുറപ്പെട്ടു. വഫാത്താകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണിത്. ഇത് അഷ്റഫുൽ ഖൽക്കിന്റെ സുന്നത്താണ്. അത് മാത്രമേ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിട്ടുള്ളൂ. അത് വഹാബിയുടെ വെറടിക്കൊന്നും വെച്ച് കേട്ടണ്ട. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല 300-400 കൊല്ലം മുമ്പ് പൊന്നാനി വലിയ പള്ളിയിൽ വന്ന് യമൻകാരനായ അദ്ദേഹം മക്ക വഴി യമനിൽ പൊന്നാനിലെത്തി താമസമാക്കിയപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ വിഷയം അതാണ്. അദ്ദേഹം വരുമ്പോൾ ഇവിടെ കാണുന്ന എന്താണ്? കൊണ്ടോട്ടിത്തങ്ങന്മാരെ നേതൃത്വത്തിൽ നാട് നീളെ കബറ് പൊങ്ങുകയും ഉറൂസ്, ഉത്സവം, നേർച്ച എന്ന പേരിൽ സാധാരണക്കാരായ ജനങ്ങളെ വിശ്വാസത്തെ പുരോഹിതന്മാരും ഭരണകൂടവും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നൊരു സംഭവമാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം ഉന്നയിക്കുന്നത്. അന്ന് പൊന്നാനിയിൽ വെച്ച് പറയുന്ന വാക്കുകൾ കുറ്റിപ്പുറത്തെത്തണമെങ്കിൽ മാസങ്ങളെടുക്കും. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാക്കിന് കൊണ്ടോട്ടിയിലെ ജാറഗുണ്ടകൾ കൊണ്ടോട്ടി തങ്ങന്മാർക്ക് വേണ്ടി പരിശ്രമിക്കുകയും അദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിക്കാതെ തടയുകയും ചെയ്തു. അദ്ദേഹം കിതാബുകൾ എഴുതി. ആ കിതാബ് ഇന്നും ദർസുകൾ ഓതി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പിന്നെ പിൻഗാമികളും എഴുതിയ കിതാബുകൾ, ഫത്ഹുൽ മുഈൻ എന്ന ഫിഖിന്റെ കിതാബ്, ഷാഫി ഫിഖ്, അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഖബറുകൾ പൊളിക്കപ്പെടണം. പബ്ലിക് സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും പൊളിക്കണം, നിർബന്ധമായിട്ടും പൊളിക്കണം, ഹറാമാണ് ഖബർ. പ്രൈവറ്റ് സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും പൊളിക്കണം. നിർബന്ധം എന്ന് പറഞ്ഞില്ല. പ്രൈവറ്റ് സ്ഥലത്ത് ഓരോരുത്തരും അവൻ്റെ ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ ഖബർ സ്വന്തം പുരക്ക് വെക്കുന്നതിന് തടസ്സമില്ല എന്ന സൂചന. പക്ഷെ അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ആ ഖബർ അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും. കാരണം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ പ്രൈവറ്റിലാണ്. ആയിഷത്തു സിദ്ദീഖാന്റെ വീട്ടിലാണ് അഷ്റഫുൽ ഖൽക്കിന്റെ ഖബർ ഉള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ഖബറുള്ളത് സ്വന്തം മകളുടെ വീട്ടിലാണ്. 2 കൂട്ടുകാരോടൊപ്പമാണ്. 3ാമത്തെ കൂട്ടുകാരൻ ഉമർ റളിയല്ലാഹു തആലയുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിപ്പോഴും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആയിഷത്തു സിദ്ദീഖയിൽ നിന്ന് പരമ്പരാഗതമായിട്ട് അങ്ങനെ കിടക്കുകയാണത്. അതൊക്കെ പള്ളിൻ്റെ ഭാഗമല്ല. അത് ആ സ്ഥലം
ഒരു 100, 200, 300 കൊല്ലങ്ങൾക്ക് ശേഷം ഷിയാക്കളായ തുർക്കി രാജാക്കന്മാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നത് ഇസ്ലാമിക ശരീഅത്താക്കാൻ മാറ്റാൻ പറ്റൂല. 100, 200, 500 കൊല്ലത്തിന് ശേഷം വരുന്ന ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടത് ശരീഅത്താന്ന് പറയാൻ നമുക്ക് എന്താണ് ബാധ്യത? മുഹമ്മദി റിസാലത്തനുസരിച്ച്, മുഹമ്മദി നുബുവത്തനുസരിച്ച് റിസാലത്തിന്റെ കയ്യൊപ്പോടെ അനുവദിച്ചു തന്ന നിയമങ്ങളെ മാത്രമേ നമുക്ക് ശരീഅത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അഷ്റഫുൽ വഫാത്തോടു കൂടി ശരീഅത്തിലേക്ക് ഇനി പുതിയത് വരാൻ പറ്റുകയില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി ആര്, അവിശ്വാസി ആര്, ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നാം എങ്ങോട്ട് തിരിഞ്ഞു പോകണം? അഷ്റഫുൽ ഖൽക്കിന്റെ റിസാലത്ത് സംഭവിച്ച ആ രാജ്യത്തേക്ക് പോകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തോടു കൂടിയാണ് ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കുന്ന ഒരു ശരീഅത്തിന് പൂർണ്ണമായ രൂപം വരുന്നത്. അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാതെ ഇബ്രാഹിമി അഖീദ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും നിലനിൽക്കുക. അല്ലെങ്കിൽ വത്തബി മില്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം പിന്നെയുള്ളത്? ഇബ്രാഹിമി ശരീഅത്തിനെയും മില്ലത്തിനെയും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് അള്ളാന്റെ കൽപ്പന അഷ്റഫുൽ ഖൽക്കിനോട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം ബാപ്പ ഇബ്രാഹിം എന്താണോ സമൂഹത്തെ പഠിപ്പിച്ചത് അത് തലമുറകൾക്ക് കൈമാറലാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഇസ്രായേലി സമൂഹത്തിലേക്ക് നിയോഗിച്ചു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറബ് സമൂഹത്തിലേക്ക് നിയോഗിച്ചു. അല്ലേ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾക്കല്ലേ അറബികൾ എന്ന് പറയുന്നത്? ഇസ്ഹാഖ് നബിന്റെ മക്കൾക്കാണല്ലോ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതിൽ ബനു ഇസ്രായേലികൾക്കാണ് പ്രവാചകന്മാരെ കൂടുതൽ അല്ലാഹു തആല നിയോഗിച്ചത്. കാരണം വിശ്വാസി അവിശ്വാസി തർക്കം കൂടുതൽ ഉണ്ടായത് അവരിലായിരുന്നു. എന്താണ് അവരിലുള്ള വിശ്വാസം, എന്താണ് അവരിലുള്ള അവിശ്വാസം? ഹസ്രത്ത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലി സമൂഹത്തിന് പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വിശ്വാസം അതെന്താണ്? അള്ളാഹുവാണ് റബ്ബ്, അതിനാൽ ഇലാഹ് അള്ളാഹു മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ. ഇവിടെയാണ് ഇപ്പോഴും നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ തീരാത്തത്. റബ്ബ് അള്ളാഹുവാണ്, അതിനാൽ ഇലാഹും അള്ളാഹു മാത്രമേ ആകാൻ പറ്റുകയുള്ളൂ. ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കാൻ അല്ലാഹു തആല പഠിപ്പിച്ച വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്നത് ഇലാഹ് ഉലൂഹിയത്ത് അല്ലാഹ്ക്ക് വകവെച്ചു കൊടുക്കലാണ്. ഇല്ലല്ലാഹ് റുബൂബിയത്ത് അല്ലാഹ്ക്ക് വകവെച്ചു കൊടുക്കലാണ്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഇറാഖിൽ തുടങ്ങി വെച്ച ദൗത്യം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് നബിയെ റസൂലാക്കി അയക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചെടുത്ത ആദർശത്തിന്റെ വഴിയിൽ നിന്ന് സാധാരണക്കാര് പാരമ്പര്യത്തിലേക്ക് തിരിച്ചുപോയി. എന്താണ് പാരമ്പര്യം? പാരമ്പര്യം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുക, ഇലാഹായിട്ട് മഹാന്മാരെ ഇടയാളാക്കുക. ഇതാണ് പാരമ്പര്യം. ഹദ്റത്ത് ഇബ്രാഹിം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്തരത്തിലൊരു സമൂഹത്തിലേക്കാണ് വരേണ്ടി വന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച തൗഹീദിൽ നിന്ന് സ്വന്തം അനുയായികളായ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ റബ്ബാണെന്ന് അംഗീകരിക്കുകയും ആ റബ്ബിനെ സ്വായത്തമാക്കാൻ, ആ റബ്ബിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ ഇബ്രാഹിമി മില്ലത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ശൈഖുകളും വലിയുകളും ഇടയിലുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ എന്ന ആ വിഭാഗത്തിലെ പുരോഹിതന്മാർ സാധാരണക്കാരനെ വിശ്വസിപ്പിച്ച് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് ആത്മീയ ബന്ധമുണ്ടാക്കാൻ മരിച്ചുപോയവരെ ഇടയാളാക്കുക എന്ന അവിശ്വാസം അവരിലേക്ക് ഉണ്ടാക്കിയെടുത്തു. ആ വിശ്വാസത്തിനെതിരായിട്ടാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം, അള്ളാഹുവിന്റെ ഇടയിൽ ഒരാൾ പറ്റുകയില്ല, അത് വിശ്വാസം. അവിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രം, ഇടയിൽ ചിലരൊക്കെ വേണം. ഇതാണ് വിശ്വാസവും അവിശ്വാസവും നമ്മൾ എന്ത് വ്യത്യാസം? അവിടെ മതപരമായിട്ട് മറ്റുള്ളവരെ കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇന്ത്യക്കാരായ നാം ഇവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ അതുപോലെയുള്ളവരെയൊക്കെ കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല.
ഖുർആന്റെ ഭാഷയിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്ന മനുഷ്യർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ്. അതൊരു നബിയായാലും ശരി, ഒരു റസൂലായാലും ശരി, ഒരു വലിയോ ശൈഖോ ബീവിയോ ബാവയോ ജിന്നോ മലക്കോ ആരായാലും ശരി, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടുന്നതിന് വസായിത്തുകൾ, ഇടയാളന്മാർ, അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് വസായിത്തുകൾ. ആ വസായിത്തുകളെ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതും അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. രണ്ട് മാത്രങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ല മാത്രം. ഇങ്ങനെ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇടയ്ക്ക് ഒരു നിദ് പകരക്കാരനുണ്ടാകാൻ പറ്റൂല. ഇടയ്ക്ക് ഒരു ശരീക്ക് കൂറുകാരനുണ്ടാകാൻ പറ്റൂല. ഇടയ്ക്ക് ഒരു ഷഫീ, ഒരു ലഹീർ സഹായി ഉണ്ടാകാൻ പറ്റൂല. ഇടയ്ക്ക് ഒരു ഷഫീ ശുപാർശകൻ, അല്ലെങ്കിൽ ഒരു വസീൽ ഇടയാള്. ഇങ്ങനെ ഒരു പരിപാടിയും അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ ഒരു മൊട്ടുസൂചിയായാലും ശരി അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുന്നതിന് ഇടയിൽ ഒരാരെയും പറ്റുകയില്ല. ഇതാണ് ലാ ഇലാഹ എന്നതിന്റെ മഅന. ഈ ലാ ഇലാഹ എന്നതിന്റെ മഅന നന്നായിട്ട് അറിയാം ആർക്ക്? ഖുറൈശികൾക്ക്. അവർ അറബി പണ്ഡിറ്റുകളാണ്. അവർ പലരും നല്ല ഭാഷാ സാഹിത്യമുള്ളവരാണ്, നന്നായിട്ട് അറബി അറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ലാ ഇലാഹ പറയാൻ കൂട്ടാക്കാതിരുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയാക്കളെ മാറ്റി നിർത്തുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വേറെ എന്തർത്ഥമാണ് ഖുറൈശികൾ അതിന് മനസ്സിലാക്കിയത്? അതാണ് പറയേണ്ടത്. നമ്മൾ ആരെയെങ്കിലും വ്യക്തിപരമായോ സംഘടനാപരമായോ കുറ്റം പറഞ്ഞ സമയങ്ങളല്ല. ഇവിടെ ലാ ഇലാഹ എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞപ്പോൾ അത് ഖുറൈശികൾ അംഗീകരിക്കാതിരിക്കാൻ കാരണം എന്താണ്? അവർക്ക് ഇല്ലല്ല പരിചയമില്ലാത്തത് കൊണ്ടാണോ? വല്ലാഹി ഖുറൈശികൾ 100% ഇല്ലല്ല പരിചയമുള്ളവരാണ്. അല്ലാഹുവാണ് എല്ലാം എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. അത് അഷ്റഫുൽ ഖൽഖ് നബിയായിട്ട് വരുന്നതിന്റെയും ജനിച്ചു വരുന്നതിന്റെയും മുമ്പേ ഖുറൈശി സമൂഹം പ്യൂർ അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചവരാണ് അവർ. പക്ഷെ അള്ളാഹു തആല അതുകൊണ്ടൊന്നും അവരെ മുഅ്മിൻ എന്ന് വിളിച്ചില്ല, മുസ്ലിം എന്ന് വിളിച്ചില്ല. അവരെ അള്ളാഹു മുശ്രിക് എന്ന് വിളിച്ചു, കാഫിർ എന്ന് വിളിച്ചു. ഏത് കാര്യത്തിലാണ് അവർ കാഫിറായത്? അള്ളാഹുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ ഖുറൈശികളിൽ കുഫ്ർ വന്നിട്ടുണ്ടോ? അള്ളാഹുമായി ബന്ധപ്പെട്ട, അള്ളാഹിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ, ഒന്നിക്കൽ അള്ളാഹുവിന്റെ ദാത്തിന്റെ കാര്യത്തിൽ ഖുറൈശികൾക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും തെറ്റ് ഖുറൈശികൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിൽ, അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ അവർ സംശയാലുക്കളോ പരമ്പരാഗതമായ വിശ്വാസമുള്ളവരോ ആയതിനാലല്ലേ അവർ അള്ളാഹിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചു കൊടുക്കാതെ? എന്താണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ മഹാന്മാരെ ഇടയാളാക്കുക. ഇതല്ലേ ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി നിങ്ങൾക്ക് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഇനി ആ രീതിയിലല്ലാതെ വേറെ രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്? ഞാൻ അതിനെപ്പറ്റി വളരെ ഗഹനമായിട്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ഖുറൈശി സമൂഹത്തെ അവിശ്വാസികൾ എന്ന് പറയുന്നത് അവരിവിടുത്തെ ഹിന്ദുക്കളെ പോലെയോ ക്രിസ്ത്യാനികളെ പോലെയോ ജൂതന്മാരെ പോലെയോ ആയതുകൊണ്ടല്ല. അവര് അള്ളാഹുവിനെ നന്നായിട്ട് അറിയുന്നവരും അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ആണ്. ഇവിടുത്തെ ഷീഈ മൊല്ലമാര് അവരുടെ ജാറ സിദ്ധാന്തം സ്ഥാപിക്കാൻ അള്ളാഹിനെ പറ്റി കള്ളം പറയുകയാണ്. ഖുറൈശികൾ പറയുന്ന അള്ളാഹ് നമ്മളീ പറയുന്ന അള്ളയല്ല, അത് ഖുർആന്റെ നിഷേധമാണ്. അപ്പൊ തന്നെ കാഫിറായി അവർ. ഖുറൈശികൾ വിശ്വസിക്കുന്ന അള്ളാഹ് നമ്മൾ വിശ്വസിക്കുന്ന അള്ളയല്ല, മുഹമ്മദ് നബി പറയുന്ന അള്ളയല്ല എന്ന് പറയുമ്പം തന്നെ ഒരു ഖുർആന്റെ നിഷേധത്തിൽ കാഫിറായി. അള്ളാഹ് പറയുന്നു ആയ അള്ളാഹ് തന്നെയാണെന്ന്, ഇവര് പറയുന്നു ആയ അള്ളയല്ല. ആയ അള്ളയല്ല എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയെന്നറിയുമോ? ഖുറൈശികൾക്ക് വേണ്ടി ഇറങ്ങിയ ശിർക്കിന്റെ ആയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, വഹാബികൾ നമുക്ക് ഉപയോഗിക്കുന്നു. നമുക്കെതിരായിട്ട് ഖുറൈശികൾക്കെതിരെ ഇറങ്ങിയ ആയത്താണ് ഉപയോഗിക്കുന്നത്. ഖുറൈശികളെ പോലെ അല്ലല്ലോ നമ്മള്. ഖുറൈശികൾ അള്ളാനെ നിഷേധിക്കുന്നവരല്ലേ, നമ്മൾ അള്ളാനെ അംഗീകരിക്കുന്നവരല്ലേ? ഇല്ല, ഖുറൈശികളെക്കാൾ അപകടകാരികളാണ് നിങ്ങൾ. ഖുറൈശികൾ അള്ളാനെ കൃത്യമായി അംഗീകരിക്കുന്നവരാണ്. നിങ്ങൾ അള്ളാന്റെ ദാത്തിലും അള്ളാന്റെ റുബൂബിയത്തിലും ശിർക്ക് വെക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറയുന്നവരാണ്. അള്ളാഹു അല്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുദബ്ബിറുകൾ ഉണ്ടെന്ന് പറയുന്നവരാണ്. അള്ളാഹു അല്ലാത്ത ഖാലിഖുകൾ ഉണ്ടെന്ന് പറയുന്നവരാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസമേ അവർക്കില്ല.
അവർ പ്യൂറിൽ പ്യൂർ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞ ഇന്നത്തെ ഷീഈ മൊല്ലമാരെയും അനുയായികളെക്കാൾ ഭംഗിയായി അള്ളാഹു വിശ്വസിക്കുന്നവരാണ് അവർ. അവരുടെ വാക്കുകൾ തന്നെ അള്ളാഹു. നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം ഞാൻ. അഷ്റഫുൽ ഖൽക്കിന് 25 വയസ്സ് പ്രായം. ഖുവൈലിദിന്റെ മകൾ ഖദീജക്ക് 40 വയസ്സ് പ്രായം. എണ്ണത്തിൽ കുറക്കാൻ ആരും മെനക്കെടും ചെയ്യണ്ട. ഇങ്ങനെ അഷ്റഫുൽ ഖൽക്കിനോടുള്ള സ്നേഹം കൊണ്ട് ഖദീജ ബീവിയെ 15 വയസ്സുകാരിയോ ആക്കണ്ട. അഷ്റഫുൽ ഖൽക്കിനോടുള്ള സ്നേഹം കൊണ്ട് ആയിഷ ബീവിയെ 25 വയസ്സുകാരിയോ ആക്കണ്ട. ഇത് അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള ഇടപാടാണ്. അതിൽ കൈയിടാന്ന് വേണ്ട. 7 ആകാശത്തിനും അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹ വരെ ആ ഹബീബിനെ അള്ളാഹ്ക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഒരു നല്ല മൊഞ്ചത്തിയായ 9 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചോട്ടിയ ചോരറിക്കുന്ന ഒരു പെൺകുട്ടിയെ ഹബീബായ മുത്തിന് ഭാര്യയായിട്ട് കൊടുക്കാൻ അള്ളാഹു മതിയായവനാണ്. അതിന് അള്ളാഹിനെ പഠിപ്പിക്കാന്ന് ആരും മെനക്കെടണ്ട. അതൊക്കെ ഒരു തരം അസൂയയോ തനി വിവരക്കേടോ ആണ്. അത് വിട്ടേക്ക്. ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് 40 വയസ്സ് പ്രായം. ഖദീജ ബിവിക്ക് വിവരം കിട്ടി ഒരു മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ട്. ഖുറൈശി തറവാട്ടുകാരനാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. സത്യസന്ധരിൽ സത്യസന്ധനാണ്. വിവരം കിട്ടിയപ്പോൾ ഇടക്കിടക്കൊക്കെ അബൂ താലിബ് മൂത്താപ്പാൻ്റെ ഒന്നിച്ച് കച്ചവടത്തിന് പോയ പരിചയമൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഖദീജയുടെ പണക്കാരത്തി കോടീശ്വരിയായ ഖദീജാന്റെ കച്ചവട ചരക്കുമായി പേർഷ്യയിലേക്കോ റോമിലേക്കോ പോകാൻ മുഹമ്മദിന് സാധിക്കുമോ എന്ന് ചോദിക്കാൻ ആളെ അയച്ചു സമ്മതിക്കുകയും കച്ചവടത്തിന് പോകുകയും ഒരുപാട് ലാഭവും കൃത്യമായ കണക്കുമായിട്ട് വരികയും ചെയ്തപ്പോൾ വിധവയായ ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പുതിയാപ്പിളയാക്കിയ തിരക്കുകളില്ല എന്നൊരു തോന്നല്. എന്താ തോന്നിയാ കുഴപ്പം? തോന്നിയിട്ടുണ്ടെന്നാണല്ലോ എല്ലാ വിവാഹവും നടക്കുന്നത്. ഒന്നും തോന്നാത്ത മരം മുണ്ടൂസന്മാർക്ക് വിവാഹമുണ്ടോ? അവനിങ്ങനെ പെരക്ക് കൂടാന്നല്ലാതെ നോമ്പ് നോറ്റിട്ട്. ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഈ തോന്നിച്ചെയ്യുന്ന വരുന്നതല്ലേ. ഒരു പെണ്ണ് കെട്ടണം. അപ്പോൾ ഒരു പെൺകുട്ടിനെ കണ്ടു, ആ ബാപ്പാനോട് അന്വേഷിച്ചു, അല്ലെങ്കിൽ ആളെ അയച്ചു. അങ്ങനെയാണല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ ഉമ്മയുപ്പി അംഗീകരിക്കുന്നതാണല്ലോ വിവാഹം. ഫങ്കിഹുമാ തബലക്കും, നിങ്ങൾ വിവാഹം കഴിക്കുക. പിന്നെ ഈ ഹക്കുൽ വലദി അലൽ വാലിദ്, കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുള്ള കടമയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. യുഹ്സിൻ ഇസ്മഹു ഇദാ വലദ, ജനിച്ചാൽ നല്ല പേരിട്ട് കൊടുക്കുക, ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കടമയാണ്. വഅൻയുഅല്ലിമഹു ഇദാ അദ്റക, ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ വരുമ്പോൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. വഅൻയുസവ്വിജഹു ഇദാ അദ്റക, സമയം എത്തുമ്പോൾ കൃത്യമായി തെരഞ്ഞെടുത്ത് നടത്തി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുക. ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ഹക്കാക്കി വെച്ചതാണ്. പിന്നെ വർത്തമാന കാലഘട്ടത്തിന്റെ കഥ പറയരുത്. വർത്തമാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വഷളത്തരത്തിന്മേൽ വഷളത്തരമുള്ള കാലഘട്ടമാണ്. അറബികളെ പറ്റി പണ്ട് പറയാറുണ്ട്. അറബികളെ മോശത്തരത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഒരു അറബി പെണ്ണ് അതിനെയാണ് റസൂലുള്ളാഹിക്ക് മാറ്റിയെടുത്തത്. ഒരു അറബി പെണ്ണ് ഇങ്ങനെ പാട്ടുപാടുകയാണ്. ഒരു ദിവസം രാത്രി ആ പെണ്ണ് പറയുന്ന പാട്ടെന്താണെന്നറിയുമോ? ലാ വല്ലദീ റദ്ദക യാ സഫിയ്യി മാ മസ്സനി ബഅദക മിൻ ഇൻസിയ്യി. ഭർത്താവ് വന്നപ്പോൾ ആരൊക്കെയോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കാണുന്നു. ആ സമയത്ത് ഭർത്താവ് ചോദിച്ചതാണ്, ആരാ പോന്ന് കണ്ടത്? അപ്പൊ നല്ല രാഗത്തിൽ പാട്ടുപാടുകയാണ് ആ പെണ്ണ്. നിങ്ങളെ വളരെ ആരോഗ്യത്തായി തന്നെ എനിക്ക് തിരിച്ചു തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ മസ്സനി ബഅദക മിൻ ഇൻസിയ്യി, നിങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനും എന്നെ തൊട്ടിട്ട് പോലുമില്ല. ഗോത്രത്തിൽ നിന്ന് വന്ന 2 ഒഴികെ, പിന്നെ അദീ ഗോത്രത്തിൽ നിന്ന് വന്ന വേറൊരാളൊഴികെ, യാത്രക്കാരായിട്ട് വന്ന വേറൊരു 5 ആള്, വൈകുന്നേരം വന്ന വേറൊരു 6 ആള്. എത്ര ആളായി? ഇതാണ് അറബി പെണ്ണ്. അതിനേക്കാൾ മോശമായി ആധുനിക പെണ്ണ് ഇല്ലേ? അറബി പെണ്ണിന്റെ സംസ്കാരം പറഞ്ഞതാണ്. ആ സംസ്കാരത്തെ അഷ്റഫുൽ ഖൽക്ക് മാറ്റി. അഷ്റഫുൽ ഖൽക്ക് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയുമോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം. രാത്രി സമയത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സഞ്ചരിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ശോകമുഖമായ ഒരു പദ്യം കേൾക്കുകയാണ്. ഒരു പെണ്ണ് പാടുകയാണ്.
ഇന്നത്തെ രാത്രി ഫറഖനി അല്ലാ ഖലീല ഉലൈബു അലാ ത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു. ഇന്നത്തെ രാത്രി വളരെ ഇരുട്ടിയിരിക്കുകയാണ്, കൂരിരുട്ടുള്ള രാത്രി. ഫറഖനി അല്ലാ ഖലീലിൻ ഉലൈബു, എൻ്റെ പ്രിയപ്പെട്ട മണവാളൻ എൻ്റെ ഒന്നിച്ചില്ല, അവർ ബിസിനസ്സിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് കഴിയുകയാണ്, ഉറക്കം വരുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് പറയുകയാണ്, ഫവല്ലാഹി ലൗലല്ലാഹു തഖ്ശാ അവാഖിബു ലഹറക ഹാദ സരീരി ജവാനിബു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എൻ്റെ അള്ളാഹിനെ നാളെ കണ്ടുമുട്ടും എന്നൊരു ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈ കട്ടിൽ ഞാൻ ഒരു അന്യപുരുഷനെ കൊണ്ട് നലിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എൻ്റെ അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടവളാണ് ഞാൻ എന്ന് വിശ്വസിച്ചിട്ട്. ഇതാണ് മാറ്റം. ആദ്യം പറഞ്ഞ പെണ്ണ് ജഹാലത്തിൻ്റെ പെണ്ണ്, രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പെണ്ണ്. എന്താ ചെയ്തതെന്നല്ല ചോദിക്കുന്നത്, അതെന്നെ ചെയ്തത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയിലേക്ക് വിവരം പോയി. ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്, അവിടുത്തെ കുടുംബക്കാരിൽ നിന്നൊരു അഷ്റഫുൽ ഖൽക്കിനോട് സമ്മതവുമായിട്ട് വന്നു. അഷ്റഫുൽ ഖൽക്കിന് മനസ്സിൽ താല്പര്യം തോന്നി. വിവരം ഉടനെ തന്നെ മൂത്താപ്പ അബൂ താലിബിനെ അറിയിച്ചു. അബൂ താലിബിൻ്റെ ഒരു മകളെയാണ് ഖദീജാന്റെ സഹോദരൻ അവ്വാമ് കെട്ടിയിരിക്കുന്നത്, സഫിയാനെ. ആ കെയർ ഓഫിലൊരു ബന്ധമുണ്ട്. ഏതായാലും വിവാഹത്തെ പറ്റിയുള്ള സംസാരം നടന്നു. ഹംസ റളിയല്ലാഹു അൻഹു ആ ചർച്ചയിൽ പങ്കെടുത്തു. അബൂ താലിബ് സജീവമായി നിന്നു. അവ്വാമിനെ പോലെയുള്ള ഖദീജാന്റെ കുടുംബക്കാരും ഖുവൈലിദിന്റെ ബന്ധുക്കളും ബാപ്പാന്റെ കുടുംബക്കാരെല്ലാം സജീവമായി. കോടീശ്വരിയായ രാജകുമാരിയായ ഖുവൈലിദിന്റെ മകള് ഖദീജാന്റെ വിവാഹം, സംസാരങ്ങളൊക്കെ നടന്നു, വിവരങ്ങളൊക്കെ പരസ്പരം കൈമാറി. നിക്കാഹിന്റെ ദിവസം ഒരുക്കി. ഞാൻ ചരിത്രം പറയാനല്ല ഇത് പറഞ്ഞു വന്നത്. നിക്കാഹിന്റെ ദിവസം ഒരുക്കി. ആരുടെ നിക്കാഹ്? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നിക്കാഹ്. നബിയല്ല, റസൂലും അല്ല, ഖദീജാന്റെ നിക്കാഹ്. ഈ നിക്കാഹ് എന്ന പദം ആര് പഠിപ്പിച്ചത്? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമി സുന്നത്തനുസരിച്ച് വേണം വിവാഹം നടക്കാൻ. അങ്ങനെ തന്നെ നടക്കാറുള്ളൂ ഖുറൈശികളുടെ കൂട്ടത്തിൽ. അതോ ഹിന്ദു നിയമം അനുസരിച്ചാണോ, ക്രിസ്ത്യൻ നിയമം അനുസരിച്ചാണോ, ജൂത നിയമം അനുസരിച്ചാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമം അനുസരിച്ചാണോ? അത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുറൈശികൾ അഷ്റഫുൽ ഖൽക്കിന്റെയും ഖദീജ ബീബിന്റെയും വിവാഹം നടന്നത് ഏത് മതം അനുസരിച്ചാണ്? അല്ല, ഒരു മതവും ഇല്ലാണ്ട് എഴുതി ഒപ്പിട്ടിട്ട് പാസ്സാക്കുകയാണോ ഇന്നത്തെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട്? വല്ലാഹി ഇബ്രാഹിമി ശരീഅത്തും മില്ലത്തും സുന്നത്തും അനുസരിച്ചാണ്. ഖദീജ ബീബിന്റെ വീട്ടിൽ ആളുകൂടി. അബൂ താലിബ് വന്നു. അബൂ താലിബ് നടത്തിയൊരു ഖുത്ബ. അബൂ താലിബ് ഭയങ്കര സാഹിത്യകാരനാണ്. അധികം ഞാൻ കാണാതെ പഠിക്കലാണ്. ഇതെനിക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നില്ല, അത്ര കട്ടിയുള്ള ഭാഷ. അബൂ താലിബിൻ്റെ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളി. കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് നിങ്ങൾക്ക് വിശദീകരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അബൂ താലിബ് പ്യൂർ പാരമ്പര്യ മുസ്ലിമാണ്. എന്നിട്ടും എന്തുകൊണ്ട് നരകത്തിലേക്ക് പോയി? വർത്തമാന കാലഘട്ടത്തിലെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ അബൂ താലിബിൻ്റെ അതേ മദ്ഹബിലാണ്. അവർ നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. അങ്ങനെ മുജാഹിദ് അങ്ങനെ പറഞ്ഞു, വഹാബി അങ്ങനെ പറഞ്ഞില്ല. ചരിത്രമാണ് സാക്ഷി. ഞാൻ നിങ്ങൾക്ക് ആ നിക്കാഹിന് ഖുത്ബ നടത്തിയ അബൂ താലിബ്. ആരാ ഖുത്ബ നടത്തുന്നത്? നമ്മുടെ നാട്ടിലെ പള്ളിയിലെ മൂല്യാർ പോലെ നിക്കാഹിന്റെ ഒന്ന് ഖുത്ബ നടത്തുമല്ലോ. ഖുത്ബ സുന്നത്തുണ്ട്. ഇബ്രാഹിമി സുന്നത്തിനും ഖുത്ബ സുന്നത്തുണ്ട്. അബൂ താലിബാകുന്ന മൂത്താപ്പയാണ് ഖുത്ബ നടത്തുന്നത്. ആ ഖുത്ബന്റെ രത്നച്ചുരുക്കം നിങ്ങളൊന്ന് കേട്ടോളി. ഫസീഹിൽ ഖൗൽ, ഭയങ്കര സാഹിത്യമാണ്. അതുകൊണ്ട് എനിക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നത്. പഠിക്കേണ്ടത് കാണാതെ പഠിക്കുന്ന ശീലക്കാരനാണ് ഞാൻ. ആയത്തായാലും ഹദീസായാലും അസറായാലും ഇതെനിക്ക് നടക്കുന്നില്ല. അബൂ താലിബ് ഖദീജാന്റെ കല്യാണത്തിന്, അഷ്റഫുൽ ഖൽക്കിന്റെ കല്യാണത്തിന് ഖുത്ബ നിർവഹിക്കുകയാണ്. ആ നിർവഹിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. അബൂ താലിബ് ആരാണ്? ആദ്യം മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് നബി നബിയായിട്ടില്ല, 25 വയസ്സേ ആയിട്ടുള്ളൂ. ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ട്. അപ്പോഴാണ് ഈ കല്യാണം നടത്തുന്നത് അബൂ താലിബ് മൂത്താപ്പ. ആ അബൂ താലിബാണ് ഈ ഖുത്ബ നടത്തുന്നത്. ഞാൻ ആദ്യം ഖുത്ബ ഒന്ന് വായിക്കാം. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹിം
وزرع إسماعيل وضلع معد يعني أسر وعنصر مضر وجعلنا حضنة بيته يعني المسافحين عنه وسواسح حرمه يعني القائمين على شؤونه وجعل لنا بيتا محجوجا وحرما آمنا وجعلنا الحكام على الناس ثم إن ابن أخي هذا محمد ابن عبد الله لا يوزن به رجل من قريش شرفا ونبلا وفضلا إلا رجح به وهو وإن كان في المال قل فإن المال ظل زائل يعني سريع الزوال وأمر هائل وعالية مسترجئة يعني لا بقاء له فهو عند هذا يوما وعند الآخر يوما آخر ومحمد من عرفتم قرابته وهو والله بعد هذا له نبأ عظيم وخطر جليل جسيم وله في خديجة بنت خويلد رغبة ولها فيه مثل ذلك وما اجتمع في الصداق وما أحببتم في الصداق يعني المهر فعلي എന്തൊരു മനോഹരമായ കുത്തുബ. ഇന്നത്തെ കാളിക്ക് നടത്താൻ പറ്റൂല അയച്ചാക്കൂട്ട കുത്തുബ. 40 കൊല്ലം കാളിയായാലും അബൂ താലിബിന്റെ കുത്തുബ നടത്താൻ പറ്റൂല. നിങ്ങൾ അബൂ താലിബ് ആരാണ് എന്താണെന്ന് വിലയിരുത്താനാണ് ഞാൻ ആ കുത്തുബ വായിച്ച് നിങ്ങളെ പഠിപ്പിക്കാനല്ല. എന്താണ് പറയുക വിഷയം? ഹംദ് കൊണ്ട് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് ഹംദ്. വർത്തമാനകാലം എല്ലാം ആരും ഹംദ് കൊണ്ട് തന്നെയാണ് തുടങ്ങുക. സലഫി മൗലവിയും ആരും ഹംദ് തന്നെയാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് എന്ന് അബൂ താലിബ് പറഞ്ഞത് ഏത് അള്ളയാണ്? ഇവിടുത്തെ ഷീഈ ജാറമല്ലമാര് പറയും പോലെ ഖുറൈശികൾ ഉണ്ടാക്കിയ ഏതോ ഡ്യൂപ്ലിക്കേറ്റ് അള്ളയാണോ അതോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച റബ്ബുസ്സമാവാതി വൽ അർളായ അല്ലാഹു ആണോ? ചരിത്രത്തെ വളച്ചൊടിക്കരുത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി. ജാറം അംഗീകരിച്ചു പോയി എന്നതുകൊണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി കള്ളം പറയരുത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അഷ്റഫുൽ ഹഖ് നബിയും റസൂലുമായി വരുന്നതിന് മുമ്പുള്ള ഖുതുബയാണിത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അല്ലാഹ്, ജഅലനാ മിൻ ദുർരിയ്യത്തി ഇബ്രാഹിം, നമ്മളെ ഇബ്രാഹിമിന്റെ കുടുംബത്തിൽ അല്ലാഹു പെടുത്തി. ആരെ പറ്റിയാണ് കൂട്ടരെ പറഞ്ഞത്? ആരെയോ പുരക്ക് സ്ഥാപിച്ചിരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബുദ്ധിനെ പറ്റിയോ? അത്രയും നിങ്ങളെപ്പോലെ ഇവിടുത്തെ കാളിമാരെ പോലെ അത്ര പൊട്ടനാണോ അബൂ താലിബ്? ആണോ? ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയല്ലേ? ഖുറൈശി തറവാട്ടിന്റെ മേനല്ലേ? ആ ഖുറൈശി തറവാട്ടിന്റെ പൊന്നുമോൻ അബൂ താലിബ് ഒന്നും തിരിയാതെ പൊട്ടത്തരം പറയുന്നു. ഇവിടുത്തെ സാധാരണക്കാരനെ പറ്റിക്കാൻ ജാറമല്ലമാര് കള്ളം പറയും പോലെ എന്നാണോ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? ഇസ്മായിൽ, നമ്മളെ അള്ളാഹു ഇസ്മായിലിന്റെ വിളവുകളാക്കി. ഇസ്മായിലാകുന്ന വിത്തിൽ നിന്ന് വിളഞ്ഞതാണ് നമ്മളൊക്കെ. ഖുറൈശികളെ പറ്റിയാ പറയുന്നത്. നിക്കാഹിന്റെ കുത്തുബയാണ്. അബൂ താലിബാകുന്ന ഹറമിന്റെ നേതാവാണ് കുത്തുപോകുന്നത്. വെല്ലുപ്പാപ്പയായ മുഅദ്ദിന്റെ പാരമ്പര്യത്തിലുള്ളവരാണ് നമ്മൾ. അതിന്റെ പാപ്പയായ മുളർ എന്നവരുടെ ആ കുലത്തിൽപ്പെട്ടതാണ് നമ്മൾ. ഈ പരിശുദ്ധമായ കഅബാലയത്തിനെ പരിപാലിക്കാൻ ഉത്തരവാദിത്തം അള്ളാഹു നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏത് കഅബ? ഏത് ഉത്തരവാദിത്തം? ഏതല്ലാ? ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമും കഅബ ശരീഫും നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്തം അള്ളാഹു നമുക്കാണ് തന്നിരിക്കുന്നത്. ഈ വീട്ടിനെ അള്ളാഹു നമുക്ക് പരിശുദ്ധമായ വീടാക്കി തന്നിരിക്കുകയാണ്. നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കി തന്നിരിക്കുകയാണ്. ആരാ പറയണേ? മുഹമ്മദ് മുസ്തഫ പ്രസംഗിക്കുകയല്ല, വഹാബി മൊയ്ലാരി മിമ്പർ ബന്ധു പ്രസംഗിക്കുകയല്ല. മറിച്ച് ഇബ്രാഹിമി തറവാട്ടിലെ ഇസ്മായിലി കുടുംബത്തിലെ ഖുറൈശി തറവാട്ടിലെ ഇപ്പോഴത്തെ നേതാവും മസ്ജിദുൽ ഹറാമിന്റെ മുത്തവല്ലിയും കഅബാലയത്തിന്റെ പ്രസിഡന്റുമാണ് പ്രസംഗിക്കുന്നത്. ചില്ലറക്കാരനല്ല അബൂ താലിബ്. ഏതല്ലാഹിനെ സംബന്ധിച്ചെന്ന് നിങ്ങൾ വിലയിരുത്തണം. ഞാൻ ഇത് പറഞ്ഞെന്നറിയുമോ? എങ്കിൽ പിന്നെ അള്ളാഹു അവരെ എന്തിനാണ് കാഫിർ എന്ന് വിളിച്ചത്? ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടു. അത് പറയാനാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് തിരിഞ്ഞിട്ടുണ്ടാവില്ല, ആർക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് തിരിയാത്തത്. തിരിയും ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം നിങ്ങൾക്ക് നേരം കൊടുക്കും. ഇത്ര കൃത്യമായി അള്ളാഹുവിനെ വിശദീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അബൂ താലിബ് നരകത്തിലാണ്.
ഖുർആന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നരകത്തിലാണ്. ഇത്ര കൃത്യമായി അള്ളാനെ വിശ്വസിക്കുന്ന അബൂ താലിബ് നരകത്തിൽ എന്ന് പറയാൻ കാരണം എന്താണ്? തീർന്നിട്ടില്ല. സുമ്മ ഇന്ന വഹറമൻ സുമ്മ ഇന്ന ബിന അഖി ഹാദാ മുഹമ്മദ് ബിൻ അബ്ദുല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ഇന്നത്തെ പുതിയാപ്പിളയായ മുഹമ്മദില്ലേ, ഈ ഇരിക്കുന്ന പുതിയാപ്പിള എൻ്റെ സഹോദരൻ അബ്ദുല്ലാന്റെ മോനാണ് ഈ മുഹമ്മദ്. ഇനി മുഹമ്മദിനെ പറ്റി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അബൂ താലിബ് പ്രസംഗത്തിന്റെ വിഷയത്തിൽ പറയുകയാണ്, ഹാദാ ലഹു നബഉൻ അളീം, അല്ല, ഹാദാ മുഹമ്മദ് ബിൻ അബ്ദുല്ല ലാ യൂസനു ബിഹി റജുലുൻ മിൻ ഖുറൈശി ശറഫൻ വനബില. ഖുറൈശി തറവാട്ടില് എൻ്റെ പേരക്കുട്ടി മുഹമ്മദിനെ വെല്ലാൻ ആദരവ് കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ എൻ്റെ ഈ മുഹമ്മദിനെ വെല്ലാൻ ഒരു കുട്ടിയും ഖുറൈശിയിൽ ജനിച്ചിട്ടില്ല. ആരാ പറയണത്? ഏതെങ്കിലും മുഹമ്മദ് നബിനെ കൊണ്ട് വിശ്വസിച്ച ഖത്താബിന്റെ മകൻ ഉമർ അല്ല പറയണത്, വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അല്ല പറയണത്, ബിലാൽ റബാഹത്തു അല്ല പറയണത്. മരിക്കുന്നത് വരെയും വിശ്വാസിയാകാൻ കൂട്ടാക്കാത്ത മൂത്താപ്പ അബൂ താലിബാണ് പറയുന്നത്. ഇവിടെയാണ് വിശ്വാസിയും വേർതിരിക്കേണ്ടതെന്നാ ഞാൻ ഇത്ര കൃത്യമായും ക്ലിയറായിട്ട് പറയുന്നത്. എന്താ അറിയുമോ? ഏത് വെള്ളിയാഴ്ചയാണ് അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലല്ലേ? വയസ്സ് കൂടുന്തോറും മരണം അടുത്തു വരുന്നു. അങ്ങനെയാണ്. നാളെ എന്ത് നടക്കുമെന്ന കാര്യം ആർക്കും അറിയില്ല. ഒരുങ്ങണം, നിർബന്ധമായിട്ടും ഒരുങ്ങണം. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ, അതേ സലഫിയത്തിന്റെ അവസാന താണിക്കല്ലും നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹുലേക്ക് യാത്രയാകാൻ തൗഫീക്ക് കിട്ടിയാൽ ഞാൻ ധന്യനാണ്. ആ ഒരു വിശ്വാസമാണ് എന്നെ ഇത്രയും കടുപ്പത്തിൽ പറയിപ്പിച്ചത്. പക്ഷെ എൻ്റെ മോൻ മുഹമ്മദിന് സമ്പത്തില്ല, പൈസ ഇല്ല. പൈസയെ പറ്റി പറഞ്ഞാൽ ഭയങ്കര സാഹിത്യകാരനാണ്. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അറേബ്യൻ കുലത്തിൽ അന്നത്തെ കാലഘട്ടത്തിന്റെ വേദനകളും നോവുകളും കവിതയിലൂടെ ലോകത്തെ അറിയിച്ച മഹാപണ്ഡിതനാണ് അബൂ താലിബ്. ഒരുപാട് പദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൊല്ലി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ജാറസന്തതികളായ എൻ്റെ ശത്രുക്കൾ ചിന്തിക്കുന്നുണ്ടാവും, ഇയാൾ ഈ അബൂ താലിബിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തുകൊണ്ടാണ്? വേറെ ആരെയൊക്കെ പറയാനുണ്ട്. ഞാൻ അബൂ താലിബിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, അബൂ താലിബിനെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ ഒരാൾക്കും ഒരു കുറ്റം ഈ 2024 വരെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നിക്കൊരു വാക്കുകൊണ്ടുള്ള പിഴവ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടുള്ള പിഴവ് അബൂ താലിബിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചരിത്രകാരനും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം മറ്റു പലരും ഇസ്ലാമാകുന്നതിന് മുമ്പ്, വിശ്വാസിയാകുന്നതിന് മുമ്പ് പല തോന്നിയവാസങ്ങൾ ചെയ്ത ചരിത്രങ്ങൾ രേഖയിലുണ്ട്. അബൂ താലിബിനെ പറ്റി ആ രേഖയില്ല. എന്നിട്ടും അബൂ താലിബ് നരകത്തിലാണ്. ഇവിടെയാണ് ജാറസന്തതികൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് ജാറത്തിന്റെ ആൾക്കാർ ഗൗരവമായിട്ട് കാണേണ്ടത്. അപകടത്തിലാണ് നാം. ജാറവുമായി ബന്ധപ്പെട്ട സകലതും അപകടത്തിലാണ്. കുത്തുബിയത്തും അതുപോലെയുള്ള റാത്തീവും സകലതും അപകടത്തിലാണ്. അബൂ താലിബ് നരകത്തിലേക്ക് പോയെങ്കിൽ അതിന്റെ മുൻപേ പോണ്ടവരാണ് ഈ പുരോഹിതന്മാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. വല്ലാഹി വല്ലാഹി. എന്നിട്ട് എന്താണ് പറയുന്നത് അദ്ദേഹം? പണത്തിന്റെ കാര്യം സംസാരിച്ചാൽ അത് വളരെ ലാ ബഖാഅ ലഹു. പൈസ കാര്യം എന്നൊക്കെ പറഞ്ഞ ഫഇന്നൽ മാല ദില്ലുൻ സായിൽ, അതൊക്കെ നീങ്ങുന്ന നിഴലുകളാണ്. യഅനി സരീഉസ് സവാൽ, അത് കഴിയുമ്പോൾ പെട്ടെന്നൊക്കെ പോകും. വഅംറുൻ ഹായിൽ വആരിയത്തും മുസ്തർജിഅ, ഭയങ്കര സാഹിത്യമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാ ബഖാഅ ലഹു ഫഹുവ ഇൻദ ഹാദാ യൗമ വഇൻദൽ ആഖിറ യൗമൻ ആഖിർ. പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരാളടുത്തായിരിക്കും, അതേ പൈസ നാളെ വേറൊരാളടുത്തേക്കായിരിക്കും. അതുകൊണ്ട് മുഹമ്മദിന് പൈസ ഇല്ലാത്തത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ മുഹമ്മദിന്റെ കാര്യത്തിൽ ഭയങ്കരമായൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. വഹുവ വല്ലാഹി ബഅദ ഹാദാ ലഹു നബഉൻ അളീം. അല്ലാഹനെ തന്നെയാണ് സത്യം. ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ മോൻ മുഹമ്മദിന് ഗൗരവമുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധിലേക്ക് കടക്കുക. വലഹു ഫി ഖദീജ ബിൻത് ഖുവൈലിദ് റഗ്ബത്തൻ. ഖദീജ മുഹമ്മദിന്
ഖുവൈലിദിന്റെ മകള് ഖദീജയോടൊരു സ്നേഹമുണ്ട്. വലഹ ഫീഹി മിസ്ലു ദാലിക്, ഖദീജക്ക് ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. മഹർ ഞാൻ ഏറ്റെടുത്തു. ഫഅലയ്യ, അങ്ങനെ 500 ദിർഹം മഹർ അബൂ താലിബിന്റെ വകയായി കൊടുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഖദീജാനെ കെട്ടിച്ചു കൊടുത്തു. ഞാൻ എന്തിനാ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് അറിയുമോ? എനിക്കത് കാണാതെ പഠിച്ചിട്ടും പഠിക്കാൻ കഴിയില്ല, വയസ്സാകുകയല്ലേ. എങ്ങനെ ഈ കട്ടിയുള്ള വാക്കാണ്. അബൂ താലിബിന്റെ പദ്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഭയങ്കര സാഹിത്യമാണ്, കട്ടി സാഹിത്യമാണ് അറബി സാഹിത്യം. സബൂൽ മുഅല്ലഖാത്തിനേക്കാൾ കടുപ്പമാണ് അബൂ താലിബിന്റെ പദ്യങ്ങൾ. ഇവിടെ ഞാൻ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ നഫ്സോട്, നിങ്ങളോട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോകത്തോട്, പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ മഹല്ല് ജമാഅത്ത് ഭാരവാഹികളോട്, അതേപോലെ ഖാദിമാര്, ഖത്തീബുമാര്, മുദരിസുമാരോട്, അബൂ താലിബിന്റെ ചിത്രമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഖദീജാനക്ക്, മുഹമ്മദ് നബിക്ക് ഖദീജാനെ കെട്ടിച്ചൊടുക്കുന്ന ആ പരിശുദ്ധമായ മംഗള ദിവസം ഖുതുബ നിർവഹിച്ചത് അബൂ താലിബാണെന്നും അബൂ താലിബ് നടത്തിയ ഖുതുബ താരീഖിന്റെ കിതാബുകളിൽ മുഴുവനും സഹീഹായ സനദോടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ അബൂ താലിബ് ആ ഖുതുബയിൽ അങ്ങോളം ഇങ്ങോളം അള്ളാഹുവിനെയാണ് വർണ്ണിക്കുന്നത്. കഅബത്തിന്റെ റബ്ബായ അള്ളാഹ്, ഹറമിന്റെ റബ്ബായ അള്ളാഹ്, ഇത്ര കൃത്യമായി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ അഭിമാനം കൊള്ളുകയും അള്ളാഹുവിന്റെ ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ അള്ളാഹു നമ്മളെ അന്തസ്സുള്ള ഖുറൈശിക്കൂട്ടമാക്കിയെന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടും അവിശ്വാസികളുടെ കൂട്ടത്തിൽ അബൂ താലിബ് പെടാൻ കാരണം എന്താണ്? അബൂ താലിബ് പെടാൻ കാരണം ലാ ഇലാഹ എന്ന വാക്കിന്റെ മഅന അറിയുന്നത് കൊണ്ടാണ്. സഫാ മലയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് സംഗതിയുടെ ഗൗരവം ഖുറൈശിക്കൂട്ടം മനസ്സിലാക്കുന്നത്. മുഹമ്മദ് മുസ്തഫാന്റെ നുബുവത്ത് ലാ ഇലാഹ സ്ഥാപിക്കാനാണ്. എന്താണ് ലാ ഇലാഹ? ഐ ലാ മഅബൂദ. ഈ കഅബാലയത്തിന് ചുറ്റും നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന 500 കൊല്ലത്തോളം പരമ്പരാഗതമായി നിങ്ങൾ ഇലാഹൽറത്തി വിളിച്ച് ഇടയാളികളാക്കി ഹറമിന്റെ കഅബത്തിന്റെ റബ്ബോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഇടയാളികളാക്കി വെച്ച ഈ 300 ചില്ലുവാൻ ജാറങ്ങളും ഇല്ല. അവകളെ നിങ്ങൾ തിരസ്കരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നിങ്ങൾ ഏതൊരു അള്ളാഹിനോടാണോ ചോദിച്ചുകൊണ്ടിരുന്നത് ആ അള്ളാഹിനെ മാത്രം സ്ഥിരപ്പെടുത്തുക. ഇവിടെ ലാ ഇലാഹ എന്നതിന്റെ മഅന ജാറങ്ങളാണ് എന്നല്ലാതെ ഖുറൈശികൾക്ക് വേറൊരു റബ്ബിനെ പരിചയമില്ല, വേറൊരു അള്ളാഹിനെ പരിചയമില്ല, വേറൊരു ദേവിയെ പരിചയമില്ല, വേറൊരു ദൈവത്തെ പരിചയമില്ല. ആകെ അവർക്ക് പരിചയം കുസയ്യ് എന്ന് പറയുന്ന ഉപ്പുപ്പ അന്ന് കൊണ്ടുവന്നിട്ട് ഏതോ മഹാന്മാരുടെ ഒരു മഹാന്റെ ഖബർ ഒരു ജാറം സ്ഥാപിച്ച് അതിനു ചുറ്റും ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. പിന്നെ വന്ന് ഇപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബിയായി വരുമ്പോൾ 300 ചില്ലുവാനും ജാറങ്ങൾ ഒന്നിക്കൽ സനമായി അല്ലെങ്കിൽ വസനായി. സനം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ രൂപങ്ങൾ, വസന എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ മനുഷ്യന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ. ഈ 2 രീതിയിലും 300 ചില്ലാനുണ്ട്. അത് പൂർണ്ണമായി ഉപയോഗിച്ച് കാശുണ്ടാക്കുകയാണ് പുരോഹിത വർഗത്തിന്റെ നേതാവായ അബൂലഹബ്. അതേപോലെ തന്നെ അതിന്റെ രാജ്യം ഭരിക്കുകയാണ് അബൂജഹല്. ഇതൊക്കെ കയ്യാളിക്കൊണ്ടിരിക്കുന്ന ഈ ജാറങ്ങൾ വെച്ചുകൊണ്ട് 5 ജാറങ്ങൾ ഇല്ല എന്ന് മുഹമ്മദ് പറഞ്ഞതിനെ ഏറ്റുപറയാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ഒരു കൂട്ടക്കാർ വിശ്വസിച്ചു മുഹമ്മദ് പറയും പോലെ പറഞ്ഞാൽ അത് ഔലിയാക്കളെ കുറവാക്കലും ഔലിയാക്കളെ തിരസ്കരിക്കലും, അതുകൊണ്ട് അള്ളാഹു നമ്മളെ വെറുത്ത് കളയും. വേറൊരു കൂട്ടക്കാർ പറഞ്ഞത് ഈ ജനം ആ ലാ ഇലാഹ അംഗീകരിച്ചാൽ പിന്നെ ഒരൊറ്റ കുട്ടി ജാറത്തിലേക്ക് വരൂല, അതോടെ അബൂലഹബിന്റെ കീശ കാലിയാകും. അതുകൊണ്ട് 2 വിഭാഗം അവർ ഉടലെടുത്ത് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യക്കാരിൽ 2 വിഭാഗമാണ് വരുന്നത്. ഒരു വിഭാഗം ഔലിയാക്കളെ തള്ളാനാണ് മുഹമ്മദ് പറയുന്നത്, അപ്പൊ അല്ല വെറുക്കൂലേ. രണ്ടാമത്തെ വിഭാഗം മുഹമ്മദ് പറയും പോലെ ഔലിയാറങ്ങളെ തള്ളിയാൽ വരുമാനം നിരക്കൂലേ. ഇങ്ങനെയാണ് 2 വിഭാഗം ആ കൂട്ടത്തിൽ. ആ വർത്തമാനം ഇന്നത്തെ ഈ 2024 1400 കൊല്ലം പഴക്കമുള്ള ചരിത്രത്തെ ബന്ധിപ്പിക്കാൻ മെനക്കെടും. അപ്പൊ അതിനേക്കാൾ വലിയ പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാവും. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊള്ളുക. അല്ലാഹു തആല വളരെ കൃത്യമായി ചോദിക്കുന്നു, അഫഹസിബുത്തും അന്നമാ ഖലഖനാകും അബസ. നിങ്ങളെ ഞാൻ തമാശക്ക് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ല, നിങ്ങളെനിക്ക് പിടുത്തം കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? മരണത്തോടുകൂടി നിങ്ങളുടെ കാര്യം അവസാനിച്ചു എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. നിങ്ങളൊക്കെ മരിച്ച് നിങ്ങളെ മയ്യത്തുകൾ കബറടക്കി, ആ മയ്യത്തുകൾ ദിവസങ്ങൾ കൊണ്ട് ചീഞ്ഞു നാറി, ആ മാംസപേശികളൊക്കെ മണ്ണ് തിന്ന് അസ്ഥികൂടങ്ങളൊക്കെ ചെതലരിക്കാൻ തുടങ്ങി, ബാക്കിയുള്ളതൊക്കെ ബാക്കിയായി. അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് നിങ്ങളെപ്പോലെ വീണ്ടും ഒന്ന് സൃഷ്ടിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ? അല്ലൻ നജ്മഅ ഇളാമ, ഈ എല്ലുകളൊക്കെ പെറുക്കി കൂട്ടി ഒരുമിച്ച് കൂട്ടി വീണ്ടും ഒന്നാക്കി സൃഷ്ടിക്കാൻ നിങ്ങളെ റബ്ബിന് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. നിങ്ങൾ സംശയിക്കണ്ട. നിങ്ങൾ മരിച്ച് ജീർണിച്ച് കബറടക്കി ജീർണിച്ച് മാംസപേശികളൊക്കെ അലിഞ്ഞു മണ്ണുമായി ലയിച്ച് അസ്ഥികൂടങ്ങളൊക്കെ സന്ധുക്കളിൽ നിന്ന് വേർവിരിഞ്ഞ് വെറും പഞ്ചരങ്ങളായി മാറിയാൽ വീണ്ടും അതിനെ ഒരു തവണ കൂടി ഞാൻ നിർമ്മിക്കുന്നതാണ്. ബല, അറിയുക, ഖാദിരീന, നാം കഴിവുള്ളവരാണ്, അല അൻ നുസവ്വിയ ബനാന. ഇന്ന് നിങ്ങളുടെ വിരലിൻ്റെ തുമ്പത്തുള്ള രേഖകളില്ലേ, കയ്യൊപ്പിനൊക്കെ ഉപയോഗിക്കുന്ന രേഖകൾ, ആ രേഖകൾ വരെ മാറാത്ത രീതിയിൽ നിങ്ങളെ നിങ്ങളായി നിർമ്മിക്കാൻ ഞാൻ കഴിവുള്ളവനാണ്. കൈരേഖയെപ്പറ്റി എന്താണ് ആധുനിക ശാസ്ത്ര വീക്ഷണം? 500 കൊല്ലം കൂടുമ്പോഴേ ഒരേപോലെയുള്ള ഒരു രേഖ വരികയുള്ളൂ എന്ന്. ഇപ്പം എൻ്റെ ഈ കൈൻ്റെ രേഖ ഞാൻ മരിച്ച് 500 കൊല്ലം കഴിഞ്ഞാലേ അതുപോലത്തെ ഒന്ന് വരാൻ സാധ്യതയുള്ളൂ എന്ന്. അത്ര ഡിഫറൻ്റാണ് ഈ വൈൻ്റെ രേഖകൾ. വളരെ കൃത്യമാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. നിങ്ങളുടെ വിരൽക്കൊടിയിലുള്ള രേഖകൾ പോലും വളരെ കൃത്യമായി സ്ഥാപിക്കാൻ ഞാൻ കഴിവുള്ളവനാണ്. ബല ഖാദിരീന അല അൻ നുസവ്വിയ ബനാന. വീണ്ടും അല്ലാഹു തആല ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. നിങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ, മാംസപേശികളൊക്കെ അലിഞ്ഞു മണ്ണുമായി ലയിച്ചാൽ, അസ്ഥികൂടങ്ങളൊക്കെ അതിൻ്റെ സന്ധികളിൽ നിന്ന് വേർപിരിഞ്ഞ് പുഴുക്കൾ തിന്ന് മത്സരിച്ച് ബാക്കി അവർക്കും കൂടി വേണ്ടാതെ ഒഴിവാക്കിയാൽ, മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. വെറുതെ അങ്ങോട്ട് കാലിയായി വിടുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അലം യകുനു തുഫത്തം മിൻ മനിയ്യിൻ യുംന. ഈ അസ്ഥിപഞ്ചരങ്ങൾ ഒരു ദിവസം ഒരു ശുക്ലത്തുള്ളിയിൽ നിന്നുണ്ടാക്കിയതല്ലേ ഞാൻ? സുമ്മ കാന അലഖ, അത് ഗർഭാശയത്തിൽ ഭ്രൂണമാക്കിയത് ഞാനല്ലേ? ഫഖലഖ്, അതിനൊരു രൂപപ്പെടുത്തി 4 മാസത്തോടുകൂടി രൂപപ്പെടുത്തിയത് ഞാനല്ലേ? ഫസവ്വ, ആ രൂപത്തിന് സന്തുലിതത്വം ഏർപ്പെടുത്തിയതും ഞാനല്ലേ? സുമ്മ ഫജഅല മിൻഹു സൗജൈനി الذكر والانثى, ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചത് ഞാനല്ലേ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങളെ ജീവിപ്പിക്കാൻ ഈ എനിക്ക് കഴിയില്ലെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത്? കൃത്യമാണ്. തീർച്ച ഞാൻ എൻ്റെ നഫ്സോട്, ഈ കൂടിയിരിക്കുന്ന ആണുങ്ങളോട്, അപ്പുറത്തുള്ള പെണ്ണുങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയട്ടെ, ഇന്നത്തെ അലങ്കാരങ്ങളും കാഴ്ചകളും വെറും കണ്ണുപൊട്ടന്മാരുടെയും ചെവിപൊട്ടന്മാരുടെയും കാഴ്ചകളും കായുകളുമാണ്. ഇന്ന് കഴിഞ്ഞാൽ നാളെ, നേരത്തെ അബൂ താലിബ് ഖുതുബയിൽ പറഞ്ഞതുപോലെ, ഇതൊക്കെ നീങ്ങി ഒന്നുമല്ലാത്തൊരു രാത്രിയിലേക്ക് പോകും.
അന്ന് നാം അള്ളാഹുവിനെ കണ്ടുമുട്ടും. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്തേക്ക് ആവശ്യമുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുങ്ങിക്കൊള്ളുക. അതായിരിക്കട്ടെ എൻ്റെയും നിങ്ങളെയും ഇനി അങ്ങോട്ടുള്ള ചിന്ത, ഇനി അങ്ങോട്ടുള്ള ചർച്ച, ഇനി അങ്ങോട്ടുള്ള വിഷയങ്ങൾ. തീർച്ചയായിട്ടും അള്ളാഹു തആല അവനെ കണ്ടുമുട്ടുന്ന ആ ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഹാദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, ഞാൻ അന്ന് നിനക്ക് നടത്തിയ കരാറ് പൂർത്തിയാക്കി നിർവഹിക്കാൻ നീ അവസരം തന്ന ഒരു അടിമയാണ് അള്ളാഹുവേ, ഞാനിതാ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അള്ളാഹു രേഖകൾ ഹാജരാക്കും, പറഞ്ഞതൊക്കെ സത്യമാണ്. അള്ളാഹു തആല സാക്ഷി മുസ്താരം നടത്തുമ്പോൾ നബിമാരും സാക്ഷികളും ഹാജരാക്കപ്പെടും. ആ സമയത്ത് അള്ളാഹുവിന് മുമ്പിൽ രാജാക്കളായി തല ഉയർത്തി നിൽക്കാൻ ഈയുള്ള എനിക്കും നിങ്ങൾക്കും ഉമ്മത്തെ മുഹമ്മദിയാക്കും മുഴുവനും അള്ളാഹു വലിയ വലിയ തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി അലാ നബിയിഹി അംറ ഫഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن اشرف الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم اعزنا واعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.